ജനമേ അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവാ ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവാ അനുതാപമാർന്നണയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യസ്നേഹം പങ്കുവെച്ചുണരാ കാഴ്ചയേകീര നിറദീപമായി തെളിയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമേ തിരുപൂജയിൽ ഭയമോടെ ആദരവാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 20ാമത്തെ ഞായറാഴ്ചയാണ്. കാനാൻകാരിയായ മകളുടെ വിശ്വാസത്തെയാണ് സുവിശേഷം എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അവൾ വന്ന് ഈശോയോട് കേണപേക്ഷിക്കുന്ന ദാവീദിന്റെ പുത്രനായ എൻ്റെ മേൽ കനിയണമേ, എന്നെ സഹായിക്കണമേ കർത്താവേ. നായ്ക്കൾ പോലും യജമാന്മാരുടെ മേശയിൽ നിന്ന് അപ്പം ഭക്ഷിക്കാറുണ്ട്. ആ മകളുടെ വിശ്വാസത്തെ ഈശോ പ്രകീർത്തിക്കുകയാണ് എല്ലാ ജനങ്ങളുടെ മുമ്പിൽ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന വ്യക്തികളാണ് ഇസ്രായേൽ. അതിനപ്പുറമായി ഈശോയെ ആരാധിക്കുകയും ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ മഹത്വപ്പെടുന്ന, ഈശോയുടെ നാമം ഏറ്റുപറയുന്ന എല്ലാ മക്കൾക്കും സ്വർഗീയമായ ജെറുസലേമിലേക്ക് പ്രവേശനമുണ്ടെന്ന് ഈശോ പഠിപ്പിക്കുന്നു. അന്യജാതിക്കാരെ, കാനാൻകാരിയായ വിജാതീയ മകളുടെ ഈ പരിശുദ്ധമായ ബലി നാം ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവാത്സല്യം മുഴുവനുമായി നമുക്ക് നുകരാം. കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ വിശ്വാസത്താൽ, അങ്ങയുടെ പരസ്നേഹ പ്രവൃത്തിയാൽ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റുകൾ വന്നെങ്കിൽ മാപ്പപേക്ഷിക്കാം. ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹ വാർഷികദിനം ഓർമ്മിക്കുന്നവരെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാ മക്കളെയും, ഈ ബലിയെ പങ്കുചേർന്ന എല്ലാ മക്കളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ പാപങ്ങൾ, ബലഹീനതകൾ, തെറ്റുകൾ ദൈവസന്നിധി നമുക്ക് എളിമയോടെ ഏറ്റുമല്ല. ദൈവത്തിനെതിരെ, കുടുംബാംഗങ്ങൾക്കെതിരെ, ആർക്കെതിരെ പാപം ചെയ്തു പോയി ഈശോയെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥന ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോട് എല്ലാ മാലാഖമാരുടെ വിശ്വസിനോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർമലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുകൾ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുകൾ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും
അങ്ങനെ അങ്ങേ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 20-ാം ഞായർ 1-ാം വായന ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 56 1 മുതൽ 6 വരെയും 7 വാക്യങ്ങൾ. എൻ്റെ നിയമം പാലിക്കുന്നവരെ ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടത് തന്നെ. ദൈവമേ, ജനത അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. 2-ാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 11-ാം അധ്യായം 13 വരെ വാക്യങ്ങൾ. സഹോദരരെ, വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയലാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കുവാനും എനിക്കിടയാകുമല്ലോ. എന്തെന്നാൽ അവരുടെ സംസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ജനതകളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ചുറ്റി സഞ്ചരിച്ചു. Hallelujah.
വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിന് വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുനാഥൻ ഗനേസത്തിൽ നിന്നും ടയർ സീതോ എന്നീ പ്രദേശങ്ങളിൽ. അപ്പോൾ ആ പ്രദേശത്ത് നിന്നും ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. എൻ്റെ മകൾ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. യേശുനാഥൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞത് കാനാൻകാരിയുടെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. കാനാൻകാരി എന്ന് പറഞ്ഞാൽ അന്യജാതിക്കാരിയാണ്, വിജാതീയ സ്ത്രീയാണ്. യഹൂദന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് അവരാണ് ദൈവത്തിൻ്റെ ആട്ടിൻപറ്റം. കാനാൻകാരി എന്ന് പറഞ്ഞാൽ തിന്മയുടെ, മ്ലേച്ഛതയുടെ, ദൈവം തഴഞ്ഞു കളഞ്ഞ നായ്ക്കൾ എന്നാണ് പറയുക. ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ. അവിടെ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നു, ഇതാ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും, നിങ്ങൾക്ക് നീതി ലഭിക്കും, ന്യായം ലഭിക്കും. എന്നാലും ദൈവമായ കർത്താവ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കണം, എൻ്റെ സാബത്ത് ആചരിക്കണം, ഞായറാഴ്ചകളിൽ കടമുള്ള ദിവസമാണ്, ദൈവത്തോട് കൂടെയായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഇസ്രായേൽ ജനം. എന്നാൽ ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, പരദേശികൾക്കും അന്യജാതിക്കാർക്കും കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാനുള്ള അനുഗ്രഹമുണ്ടാകും. നമ്മുടെ ഈ ദേവാലയം, മറ്റു ദേവാലയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ദേവാലയമാണ്. പ്രാർത്ഥിക്കാൻ ദൈവത്തെ. അതുകൊണ്ടാണ് സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സദ്വാർത്തയായിട്ടുമാണ് ഈശോ ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കർത്താവിനോട് കൽപ്പന പാലിച്ചില്ല എങ്കിൽ, വിശ്വസ്തരല്ല എങ്കിൽ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ അനുസരണക്കേട് മൂലം മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുമെന്നാണ് പറയുക. പൗലോസ് വ്യക്തമായി പറയുന്നത്, ഞാൻ വിജാതിയുടെ അപ്പോസ്തലനാണ്. ഇസ്രായേൽക്കാരുമായുള്ള അസൂയ പലപ്പോഴും ഉണ്ട്. ഇസ്രായേൽ ജനത ദൈവം തിരഞ്ഞെടുത്തവൻ, വലിയ ഉടമ്പടിയുള്ളവൻ, കർത്താവിൻ്റെ പൗരോഹിത്യമുള്ളവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പക്ഷെ അവരുടെ അനുസരണക്കേട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, കൃപയായി മാറി. നമ്മൾ അനുസരണയുള്ളവരായി തീരുക, കുറെ കൂടി എളിമയുള്ളവരായി തീരുക, കുറെ കൂടി ദൈവത്തെ സ്നേഹിക്കുക, നീതിയിലും ന്യായത്തിലും മറ്റുള്ളവരുടെ രക്ഷയായി മാറുക. നമ്മൾ രക്ഷയായി മാറിയില്ല എങ്കിൽ നമ്മളിലേക്ക് കൃപ മറ്റുള്ളവരിലേക്ക് ദൈവം ഒഴുക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. വീണ്ടും പറയുന്നു, പരദേശികൾക്ക്, വിജാതിയർക്ക്, അന്യജാതിക്കാർക്ക് എൻ്റെ ദേവാലയം ഞാൻ തുറന്നു കൊടുക്കും. അവരും വന്ന് ദൈവത്തെ ആരാധിക്കും. കാരണം അവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, അവരും ദൈവത്തിന്റെ സാപത്ത് അനുസരിക്കുന്നവരാണ്, ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നവരാണ്. അവർക്കും ദൈവത്തിന്റെ ആലയം തുറന്നു കൊടുക്കണം. പ്രിയമുള്ളവരെ, കാനാൻകാരിയുടെ ഈ കഥ നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമാണ്. മദർ തെരേസ 2006 വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. മദർ തെരേസ 1997 മരണമടയുമ്പോൾ, പ്രിയമുള്ളവരെ, 98 വലിയൊരു അത്ഭുതം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൽക്കട്ടയിലെ പ്രത്യേകിച്ച് റേച്ചൽ എന്നൊരു ഗ്രാമത്തിൽ മോനിക്ക ബ്രേസർ എന്നൊരു മകൾ, ആ മകളുടെ ഉദരത്തിൽ വലിയ മുഴയുണ്ടായിരുന്നു. ഈ മുഴ മദർ തെരേസയോട് ഈ മകൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വയറ്റിലെ ക്യാൻസർ എന്ന മുഴ സൗഖ്യപ്പെടുത്തണമേ. മദർ തെരേസ പ്രാർത്ഥിക്കുമ്പോൾ മദർ തെരേസയുടെ അത്ഭുതമായ പ്രകാശം ഈ മകൾ അനുഭവിക്കുകയും ഈ മകൾ പിറ്റേ ദിവസം സൗഖ്യം പ്രാപിച്ചു. 36,000 പേജുള്ള അനുഭവ സാക്ഷ്യമാണ് മദർ തെരേസയുടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ
വായിച്ച് അതിലെ കാര്യങ്ങൾ, സത്യാവസ്ഥ, എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ സാക്ഷികളെയും നിർത്തിക്കൊണ്ടാണ് ഈ അത്ഭുതം സ്ഥിരീകരിക്കുക. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, മദർ തെരേസയെ ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും ആശ്വാസമായി. ഈ മദർ തെരേസ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു. ഇന്ന് നമ്മൾ കാനാൻകാരിയുടെ വിശ്വാസം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, സ്നേഹമുണ്ടെങ്കിലാണ്, വിശ്വാസമുണ്ടെങ്കിലാണ്, പരസ്നേഹ പ്രവൃത്തി ഉണ്ടെങ്കിലാണ് ദൈവത്തിന് അത്ഭുതം നമുക്ക് സാധിക്കും. നമ്മൾ ദൈവിക പുണ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് സ്നേഹം, വിശ്വാസം, ഉപവി, മറ്റുള്ളവരെ സഹായിക്കാം. ഈ 3 കാര്യങ്ങൾ ഈ കാനാൻകാരിയുടെ ജീവിതത്തിലും വലിയ വിശ്വാസമുണ്ട് അവൾക്ക്. കാരണം ഈശോ രക്ഷകൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്ന ഈ മകള്, അന്യജാതിക്കാരെ സ്ത്രീ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി ഇവള് വിശ്വസിക്കുകയാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, കർത്താവ് രക്ഷ നൽകും, എൻ്റെ മകൾക്ക് സൗഖ്യം നൽകുമെന്ന് ഈ കാനാൻകാരി അന്യജാതിക്കാർക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആ മകൾ വന്ന് ഈശോയുടെ കർത്താവേ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കനിയണമേ എന്ന് പറയുന്നത്. ശിഷ്യന്മാർക്ക് പറയാൻ പോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ മകൾ ഇങ്ങനെ പുറകെ നടന്ന് കർത്താവേ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കനിയണമേ എന്ന്. പ്രിയമുള്ളവരെ, ആ മകളുടെ വിശ്വാസം കാണുക. അന്യജാതിക്കാരി ഇത് തന്നെയല്ലേ ബർത്തിമേവ്സ്, അന്ധനായ ബർത്തിമേവ്സിനകത്ത് കർത്താവേ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കനിയണമേ. ഈശോ മകനെ കണ്ണ് കാഴ്ച മനസ്സിലോട്ട് സൗഖ്യപ്പെടുത്തി. കുഷ്ഠരോഗികൾ പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ, ദാവീദിന്റെ പുത്രാ, ഞങ്ങൾ കനിയണമേ, അവർക്ക് സൗഖ്യം ലഭിച്ചില്ലേ? ഇതേ പ്രാർത്ഥന തന്നെയാണ് കാനാൻകാരി മകള്, കർത്താവേ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കനിയണമേ. കർത്താവ് അവളെ മൈൻഡ് പോലും ചെയ്തില്ല, അവളെ പരിഗണിക്കുക പോലും ചെയ്തില്ല. കർത്താവ് ശിഷ്യന്മാർ നടന്നു പോകുന്നു. ഇവളിങ്ങനെ പുറകെ നിന്ന് ശല്യപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഈ ശല്യം ഒന്ന് ഒഴിവാക്കുക കർത്താവേ, ഇവളെ പുറകെ നിന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ വന്നത് ഇസ്രായേൽക്കാരെ നഷ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഈ മകളോടും എല്ലാ ശിഷ്യന്മാരും പറയും. ഈ മകൾ പറയണേ, കർത്താവേ, എന്നെ സഹായിക്കണമേ, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുക. പ്രിയമുള്ളവരെ, കർത്താവെ സഹായിക്കുക, രക്ഷക ദൈവമേ എന്നെ സഹായിക്കണമേ എന്നാണ്. ദാവീദിന്റെ പുത്രനായ അപ്പുറമായിട്ട് ദൈവത്തെ കാണുന്ന മകള്. അപ്പൊ ഈ മകളോട് ഈശോ പറയുന്നു, ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകൾക്ക് ജീവൻ നൽകുവാൻ ഞാൻ വന്നത്. നായ്ക്കൾക്ക് മക്കളെ അപ്പം എടുത്തു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറയുന്നത്, നായ്ക്കൾ പോലും യജമാന്മാരുടെ മേശയിൽ നിന്ന് അപ്പം കഴിക്കാണ്. പ്രിയമുള്ളവരെ, നായ്ക്കളെ നമ്മൾ വളർത്തുന്നത് പലപ്പോഴും വീട്ടിലാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നായ്ക്കൾ ഇങ്ങനെ ഓടി നടക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ നായ്ക്കൾ വേണമെങ്കിൽ നമ്മുടെ മേശത്ത് ആഴ് ഭക്ഷണം കഴിക്കും. അപ്പം നായ്ക്കളെ പോലും നന്നായിട്ട് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ വളർത്താറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും ഈശോ പറയുന്നു, ഇതിന്റെ വിശ്വാസം എന്താണ് മകളെ? എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഈ അന്യജാതിക്കാരുടെ ഈ മകളുടെ വിശ്വാസം പുകഴ്ത്തുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, വലിയ വിശ്വാസമുള്ള ആഴമായ വിശ്വാസം നമുക്ക് വേണം. നമുക്ക് വിശ്വാസമുണ്ടെങ്കിലാണ് സ്നേഹമുണ്ടാകുക. സ്നേഹമാണ് ഈ മകളെ, സ്വന്തം മകൾ പിശാചുബാധ വന്നിരിക്കുന്നു, ആ മകൾ രക്ഷിക്കാൻ വേണ്ടി അടുക്കലേക്ക് മകളോട് സ്നേഹമുള്ള ഒരു അമ്മയുടെ സുന്ദരമായ ചിത്രമാണിത്. മകൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കുവാനായി എൻ്റെ മകളെ രക്ഷിക്കണമെന്ന്. നമ്മുടെ മകൾക്ക്, നമ്മുടെ ഒരു മകനോ മകൾക്കോ വലിയ അസുഖം വന്നാൽ നമ്മൾ എവിടെ പോകും? ഏറ്റവും പ്രശസ്തനായ അതീവ നൈപുണ്യമുള്ള ഈ ഡോക്ടർ, ഏത് ഡോക്ടറാണ്, ആ ഡോക്ടറെ അടുക്കൽ നമ്മൾ കൊച്ചിനെ കൊണ്ടുവരും. കൊച്ചിൻ്റെ അടുക്കൽ കൊണ്ട് ആ ഡോക്ടർ പരിശോധിച്ചാൽ കുഞ്ഞ് സൗഖ്യം ലഭിക്കുമെന്നറിയാം. അതുകൊണ്ടല്ലേ ഒരു കൊച്ചു ബാലൻ ഒരു പൈസയും, കുറച്ച് പൈസയുമായി, കൂട്ടിയ പൈസയുമായി ഒരു മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ പോയി കുറേ നേരമായി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ഷോപ്പിൻ്റെ ഓണർക്ക് ഇത് ശല്യമായി തോന്നി. ഒത്തിരി ഒച്ചപ്പാട് ഈ കൊച്ചു ബാലൻ ചെയ്യുന്നത്. ഈ കൊച്ചിനെ വെച്ച്, നീ എന്താണ് ഇവിടെ എൻ്റെ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? അപ്പോൾ ആ കൊച്ചു പറയുന്ന, കുറച്ച് പൈസയുണ്ട്, പൈസ കൊണ്ട് ഒരു അത്ഭുതം എനിക്ക് വേണം, എനിക്കൊരു അത്ഭുതം വേണം. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ഓഫീസർ പറയും, എന്താ അത്ഭുതം നിനക്ക് തരാൻ? ഈ പൈസ മരുന്ന് വേണേ തരാം. ഇത് കണ്ട് അവിടെ ഒരു ന്യൂറോ സർജൻ ഡോക്ടർ നിൽപ്പുണ്ടായിരുന്നു. ആ ഡോക്ടർ ആ കൊച്ചിൻ്റെ അടുത്തിട്ട്, എന്താ മോനെ നിന്റെ പ്രശ്നം? പറയണേ, എൻ്റെ സഹോദരൻ വലിയൊരു അസുഖം ബാധിച്ച് ആശുപത്രി കിടക്കുകയാണ്, ആരുമില്ല സഹായിക്കാൻ. അപ്പം എന്നോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒരു അത്ഭുതം വാങ്ങി കൊണ്ടുപോകാം, എങ്കിൽ നിന്റെ സഹോദരൻ ഒരു അത്ഭുതം ദൈവത്തിൽ വാങ്ങിക്കൊണ്ടുപോകാം, തീർച്ചയായും എൻ്റെ നിന്റെ സഹോദരൻ സൗഖ്യപ്പെടും. ഞാൻ അതുകൊണ്ട് എൻ്റെ കുടുക്കയിൽ കൂടിയ പൈസയുമായി ഈ മെഡിക്കൽ ഷോപ്പിൽ മരുന്നിന് വേണ്ടി, ആ മരുന്ന് അത്ഭുതത്തിന് വേണ്ടി വന്നതാണ്. ഇതാ ഞാൻ പൈസ കൊടുത്തു. അപ്പോൾ ഡോക്ടർ, നീ എൻ്റെ കൂടെ വാ. ആ ഡോക്ടർ ആശുപത്രി ചെന്ന് ആ സഹോദരൻ്റെ കുഞ്ഞിനെ
പരിശോധിക്കുകയും ആ കുഞ്ഞിൻ്റെ വലിയ അസുഖം ഓപ്പറേഷൻ സൗഖ്യപ്പെടുത്തിക്കൊടുക്കുക. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിൻ്റെ വിശ്വാസം കാണുക. എവിടെയോ അത്ഭുതമുണ്ട്. അത്ഭുതം വാങ്ങിക്കൊണ്ടുവന്നാൽ എൻ്റെ സഹോദരൻ ജീവിക്കുമെന്ന്. ആ കുഞ്ഞ് വലിയ വിശ്വാസത്തോടെ ഉള്ള കുടുക്കയിലെ കുറച്ച് പൈസയുമായി പോയി ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥന സഹോദരൻ സൗഖ്യമായി മാറി. ഈ അമ്മ ഇതുപോലെ തന്നെ കനാങ്കാരി സ്വന്തം ജാതി എന്നല്ല മറിച്ച് അന്യജാതിക്കാരായ ഈശോടൊക്കെ ചെന്നുകൊണ്ട് ഈശോയെ എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വേണം, ആഴമായ സ്നേഹം വേണം, പരോപകാര പ്രവർത്തിക്കണം. ഇതിലൂടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിൻ്റെ ദേവാലയത്തിൽ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ വലിയ വിശ്വാസത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നടക്കണമേ. ആമേൻ. നമുക്ക് വിശ്വാസമാണ് ഒരുമിച്ച് ഏറ്റുവരാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ജാതനായ ഏകദൈവത്തിൽ എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജനിച്ചവനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവം, പ്രകാശം പ്രകാശം, സത്യദൈവത്തുള്ള സത്യദൈവം, ജനിച്ചവരെ സൂക്ഷിക്കപ്പെടാത്ത പിതാവായ സത്യലേഖനമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കുക. മനുഷ്യനായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ പരിശുദ്ധാത്മാവിനെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാന്ത്യസില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിസ്ലീകരണം അനുസരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിനെ കാത്തിരിക്കുകയും ജീവിക്കുന്നവരെയും മനുഷ്യരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് കർത്താവ് ജീവിതം പിതാവിൽ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവനുമായ ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാമോദരങ്ങളുടെ ഏകദിനശാണ് ഞാൻ ഏറ്റുപറയുകയും മരിച്ചവർ വരാനിക ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്നിടത്തും എല്ലാം ഭക്തിപരം വിലയും പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ആവശ്യമൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, എല്ലാ കർദിനാളും, അഭിമന്യ ജോസഫ് കളത്തിപ്പുറം പിതാവ്, എല്ലാ മാത്രമല്ല എല്ലാ വൈദികർ, എല്ലാ സന്യാസികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമയം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ എന്ന് കർത്താവിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ രാഷ്ട്രത്തിന്റെ അധിപന്മാർ, സഹപ്രവർത്തകർ, പൊതുനന്മയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമാവിധം നമ്മുടെ കുടുംബത്തെയും മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരയിലും കടലിലും ആകാശത്തും എല്ലാം യാത്ര ചെയ്യുന്നു, കാരാഗ്രഹത്തിലായിരിക്കുന്നു അവരെല്ലാം മോചിപ്പിക്കണമേ. കപ്പലിലും പ്ലെയിനിലും ഭൂമിക്കടിയിലും ജലത്തിനടിയിലൊക്കെ ജോലി ചെയ്യുന്ന വിവിധ ക്ലാസ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളുമെന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനാകാരിയായ മകളെ വിശ്വാസത്തോടെ തൻ്റെ മകളുടെ പൈശാചികമായ പീഡകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് കണ്ണീരുടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മകളെ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കർത്താവിൻ്റെ പക്കൽ നിരന്തരമായി ഉയർത്തി നമ്മയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള ഭക്തിയാലും സ്നേഹത്താലും വിശുദ്ധിയാലും ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് മുമ്പേ മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗ്ഗസന്നിധി സ്വീകരിക്കുന്നു. എല്ലാ കൊറോണ രോഗികളെ സൗഖ്യപ്പെടുമേ. നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ഇന്ന് വിവാഹിതരാകുന്നവരെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുക, ജന്മദിനം ആഘോഷിക്കുക, ദൈവമേ ഇവരെയും പങ്കുചേർന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിമിഷം മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച കാര്യങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
കുമ്പിളിൽ സർവസൃഷ്ടികളെ ഞങ്ങളെ ഉന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാരണയുന്നിതാ. ഈ കൈക്കുമ്പിളിൽ ഞങ്ങളെ ഉന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ നീ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൽത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിന്റെ ജനതയെ അങ്ങേക്ക് വേണ്ടി മഹത്വപൂർണമായി നിറവേറുന്ന ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിക്കുക. അങ്ങനെ അങ്ങ് തന്ന വാർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എന്നും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നവല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകാമറിയത്തിൽ ജാതരാകുവാൻ അങ്ങ് തിരുവള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിക്കുകയും മരണത്തിനും ദാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ ആമോദം വായ്പിലവരും സ്വർഗീയവാരാകുക എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും സന്തോഷവും ആലപിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകള നിറഞ്ഞു മഹിയും വിട്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ
ഏൽപ്പിച്ച കർത്താവ് കാലാകാരിയുടെ ആവശ്യമായിട്ട് കർത്താവിൻ്റെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ എല്ലാ കൽപ്പനകളും പാലിച്ച് അവിടുത്തെ സാദരം വിളിച്ചു പ്രാർത്ഥിക്കും. ഈശോയെ മുഖാമുഖം കാണാം, ക്രൂശിൽ വന്നേശിച്ച് ആരാധിക്കാം. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കുക. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു. എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ
ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പോ രക്ഷയുടെ പാനപാത്രങ്ങൾ ഞങ്ങൾ അംഗീകരിക്കട്ടെ. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകം എങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസമയം ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്കും അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ വൈദികർ സന്യാസികൾ ആത്മാവിലും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് വന്ന വിളിച്ചു ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകി. ഈ എളിയവരായ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തും ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ അവസരങ്ങളാണ് അപ്പസ്തലത്തോടും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവിതത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭവം ദിവ്യോപദേശ നിർമ്മയം ഏറ്റുമെല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ അങ്ങയുടെ നാം ബുദ്ധമാകണമേ. അങ്ങേ രാജ്യമേ, അങ്ങേ തിരുമനസ് സുഖത്തിലെയും പോലെ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റു ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റു ഞങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശു ക്രിസ്തുവിനെ ആഗമന പ്രതീക്ഷയോടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകി, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലും പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുള്ളിയ എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ.
ഈശോയെ, കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ഞങ്ങൾ അരൂപിയായി സ്വീകരിക്കാൻ അനുഗ്രഹിക്കണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയമായ കുദാശ വഴി ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്ന ഞങ്ങൾ അങ്ങേ കാരണത്തിനായി എളിമയോട് കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോടെ ലോകനായി തീരുവാൻ, സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കന്യതൻ വല്ലഭൻ നീ, സർവേശ സോനുവിൻ പാലകൻ നീ. കൈവേല ചെയ്തു നീ വന്നിതാദാ, പാരിനും നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. സകല സമ്പത്തുകളുടെയും സംരക്ഷകനും വിശ്വവിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കും. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ അസുപിതാവിനെ കുടുംബങ്ങൾ സംരക്ഷിക്കും. തൊഴിലാളികളെ മാതൃകയും നന്മന് മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയതും ഈ വിശുദ്ധ യോഗ്യതവരെ ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുമിച്ച് ഏറ്റുമെല്ലാം ഓ ഭാഗ്യപ്പെട്ട സസ്യപിതാവേ, അങ്ങിൽ അഭയം തേടുന്നവർ ഒരിക്കലും അങ്ങ് ഉപേക്ഷിക്കില്ലായിരുന്നു ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. കരങ്ങൾ കൂപ്പ, കണ്ണുകളടക്കം പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ നമ്മുടെ ദൈവം തമ്മിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഏറ്റുവല്ല. ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യോദരം ചെയ്ത ദൈവജനത്തിന്റെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനുമുമ്പിൽ കാരുണ്യം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. തിരുസഭയുടെ പാലകനായ പിതാവേ, സഭയ്ക്ക് വേണ്ടി വഹിക്കണമേ. പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സുള്ളതായി പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. നന്മാർന്ന മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നീക്കും. ആമേൻ. ദൈവത്തിൻ തിരുസുധനെ പോറ്റി വളർത്തിയ താത പിഞ്ചു കിടാങ്ങള ഞങ്ങളനാഥര കേഴുന്നി കണ്ണീരിൽ താഴ്വരെ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനകൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. 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 ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവത്തെ തന്റെ ഭവനത്തിന് അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, കന്യകാമതി ഭർത്താവായി പിതാവിന്റെ കർമ്മത്തിൽ മനസ്സായാലും ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥായി കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളവേ. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അതിലെ പോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അതിലെ പോലെ പിതാവിനും പുത്രനും അതിലെ പോലെ സഹായകർത്തായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങളുടെ വിലാപങ്ങൾ പകർത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. ആശിസ്യമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്ത പിതാവിനെ മാറ്റി ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാം ഹൃദയ സമാധാനം സ്വർഗീയാനുഗ്രഹം ശാരീരികാനുഗ്രഹം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണം. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. പ്രിയമുള്ളവരേ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കാം. കാനാൻകാരി പ്രാർത്ഥിച്ചല്ലോ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, കർത്താവേ എന്നെ സഹായിക്കണമേ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും മോചിപ്പിക്കണമേ. സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട്, വലിയ ശക്തിയോടുകൂടി, ആഴമായ സ്നേഹത്തോടുകൂടിയാണ് കാനാൻകാരി പ്രാർത്ഥിച്ചത്. ദാവീദിന്റെ പുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. പ്രിയമുള്ളവരേ, കർത്താവിന്റെ അടുക്കലേക്ക് അന്ധനായ ബർത്തിമേയോസ് വന്ന് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രാ എൻ്റെ മേൽ കനിയണമേ എന്ന്. എല്ലാവരും പറയും മിണ്ടായിരിക്കും. എന്നാൽ ആ മകൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രാ എൻ്റെ മേൽ കനിയണമേ. ഈശോ പറഞ്ഞു, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഈശോ അവൻ്റെ കണ്ണിൽ സ്പർശിക്കുന്നു, അവന് കാഴ്ച ലഭിക്കുന്നു. പ്രിയമുള്ളവരേ, കുഷ്ഠരോഗികളെ പ്രാർത്ഥിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്രാ ഞങ്ങളെ മേൽ കനിയണമേ. നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ കൊറോണ രോഗങ്ങളിലും എല്ലാവരെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും അങ്ങ് സഹായിക്കണമേ കർത്താവേ. എല്ലാ വിജാതിയരെയും, എല്ലാ ജനങ്ങളെയും അങ്ങയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. വിജാതിയർക്ക് ഇതാ പ്രകാശമായി അങ്ങ് ഉദയം ചെയ്തിരിക്കുന്നത്, സകല ജനങ്ങൾക്കും പ്രകാശമായി അങ്ങ് ഉയർന്നല്ലോ കർത്താവേ. എല്ലാ രോഗികളെയും കർത്താവേ, കുടുംബത്തെ സമാധാനം ലഭിക്കാൻ, സങ്കടങ്ങൾ മാറാൻ, കുടുംബ സമാധാനം ലഭിക്കാൻ, വഴക്കുകളും തെരുതാനുകളും കുറ്റപ്പെടുത്തലുകളും തള്ളിപ്പറയലും എല്ലാം അനുസരിച്ച് അധ്വാനിക്കാൻ ആരോഗ്യം നൽകി, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. വിവാഹത്തിൽ ഒരുങ്ങുന്നവരെ അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനമേ, നല്ല ജോലി ലഭിക്കാൻ, നല്ല വീട് ലഭിക്കാൻ, സ്ഥലം ലഭിക്കാൻ, കർത്താവിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, പൈശാചികനെ മോദിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഉപേക്ഷിച്ച് പരിശുദ്ധവരെ വിശ്വായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുനാഥനെ